ഗൈസ്, വെൽക്കം ബാക്ക് ടു കൽരു ഫാമിലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്ന വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് ചേരുവകളെ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സോയാബീൻ എടുത്തൊന്ന് പൊരിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ജസ്റ്റ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി പേസ്റ്റ് ഞാനൊന്ന് അരച്ചിട്ട് മിക്സിയിലിട്ട് അരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കൊരു കുക്കറിലോട്ട് ഡാൽഡ ഇട്ട് കൊടുക്കാം. ഡാൽഡ ഒരു സ്പൂണത്തോളം മതി കേട്ടോ. പിന്നെ നമ്മൾ പട്ടയ കറാമ്പുമൊക്കെ എല്ലാം മിക്സ് ചെയ്തത് ഇത് ഞാൻ ഇഞ്ചി പേസ്റ്റ് അരച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ വലിയ ഉള്ളി ഒരു ചെറിയൊരു 2 എണ്ണം മതി കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി, പിന്നെ അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഓൾറെഡി ഞാൻ ഇഞ്ചി പേസ്റ്റിൽ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് വഴറ്റി വരുന്ന വരെ നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ സോയാബീൻ പൊരിച്ച ഒരു ഫ്രൈ ചെയ്ത സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിപ്പൊടി യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല 1 സ്പൂണ് ഫുള്ളും വേണം. അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. നമ്മളൊന്ന് മിക്സ് ആക്കിയ ശേഷം പിന്നെ 1 സ്പൂണ് തൈര് ഒഴിക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജീരക റൈസാണ്. നല്ലൊരു ടേസ്റ്റായിട്ട് കിട്ടിയ ജീരക റൈസ് ഞാൻ 1 കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ പാകത്തിനുള്ള വെള്ളം കേട്ടോ. അതിൽ എത്രത്തോളം 1 ഗ്ലാസ്സോളം മതിയാവും. പിന്നെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു വിസിലിൽ നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഏറ്റവും ഈസി ആയിട്ട് റെഡിയാക്കാൻ പോകാം. അപ്പോൾ വിസിൽ വരുന്നവരെ ഞങ്ങൾ എന്ത് ചെയ്തു, ടാങ്ക് കലക്കി കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം കലക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതെ, വെള്ളം നല്ലോണം കലക്കിയിട്ട് ഒന്ന് കുടിക്കാൻ വിചാരിച്ചു. നല്ല ടയർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് മാംഗോൻ്റെ ഒരു ടാങ്കാണ് കേട്ടോ. അപ്പോൾ നല്ല കുടിക്കാൻ നല്ലൊരു മാംഗോ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ ഒരു കുട്ടി പായസം കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ചേരുവകളാണ്. ഒരു തട്ടിക്കുട്ടി ഒരു വെജിറ്റബിൾ ബിരിയാണി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ അതിൻ്റെ ഇടയിൽ സലാഡും ഉണ്ടാക്കി കേട്ടോ കാവ്യ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നല്ലൊരു